എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലുവേടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകപ്പാടെ സങ്കടപ്പെട്ടിരിക്കുന്ന സേതുവിന്റെ അരിയിലേക്ക് ഫുഡുമായിട്ട് പൂർണ്ണിമ വരികയാണ്. പൂർണ്ണിമ വന്നിട്ട് പറഞ്ഞു, അതെന്താ സേതു ആഹാരം കഴിക്കാത്തെന്ന് ചോദിക്കുക. എനിക്ക് വിശപ്പില്ല പൂർണ്ണിമ എന്ന് പറയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കാൻ പറയണം. പക്ഷെ സേതു കഴിക്കാൻ കൂട്ടാക്കില്ല. പിന്നീട് പൂർണ്ണിമ സേതുവിന്റെ അരിയിലിരുന്നു എന്നിട്ട് പറഞ്ഞതേ, ഇവിടെ ആരും അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ലെന്ന് പറയണം, കഴിക്കണമെന്ന് പറയണം. വേണ്ട, വിശപ്പില്ലാത്തോണ്ടാ. എനിക്കറിയാം സേതുവിന്റെ മാനസികാവസ്ഥ എന്താന്ന്. ശ്രീഹരിനെ അത്രയധികം സ്നേഹിച്ചിരുന്നു സേതു അല്ലേ, അതുകൊണ്ടല്ലേ. കുഴപ്പമൊന്നുമില്ലെന്നേ, എല്ലാം ശരിയാവുന്നൊരു ദിവസം വരും. ഇപ്പൊ ആഹാരം കഴിക്കുക. ഇനിയിപ്പൊ കഴിക്കാൻ മടിയാണ്, ഞാൻ വാരിത്തരാന്നും പറഞ്ഞോണ്ട് പൂർണ്ണ വാരി കൊടുക്കാൻ തുടങ്ങുവാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ സേതുവിനെ അങ്ങോട്ട് സഹിച്ചില്ല. സേതു പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ വാരി തന്നിരുന്നെങ്കിൽ എന്ന്. കാരണം സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികൾക്കെല്ലാം അമ്മമാരുണ്ട്, അവരൊക്കെ ഇങ്ങനെ ചോറ് വാരി കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വരുമായിരുന്നു. പിന്നീട് ഞാൻ ഇങ്ങനെ ആശ്വസിക്കും, ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ അമ്മ വന്ന് എനിക്ക് ചോറൊക്കെ വാരി തരുമെന്ന്. ഇപ്പം എനിക്ക് സന്തോഷമായെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണം പറഞ്ഞു, ഒരു ദിവസം വരും ലക്ഷ്മി. ലക്ഷ്മി വന്ന് സേതുവിന് ചോറൊക്കെ വാരി തരുമെന്ന് പറയാം. ഇത് കേട്ടതും സേതു പറഞ്ഞു, ചോറ് വാരി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലും ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു പക്ഷെ ഒന്ന് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു പറയാം. ലക്ഷ്മി പറഞ്ഞു, ഒരു പക്ഷേ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും, ഉറപ്പായിട്ടും വരൂ. ലക്ഷ്മി അല്ല, പൂർണ്ണിമ പറഞ്ഞു, ഒരു പക്ഷെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും, ഉറപ്പായിട്ട് സേതുവിന്റെ അരിയിലേക്ക് വരുമെന്ന് പറയാം. സേതു പറഞ്ഞു, വരുമായിരിക്കുമല്ലേ, ആ ഒരു കാത്തിരിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ. അത് കേട്ടോ പൂർണ്ണിമ പറഞ്ഞു, വരത്തില്ലേ പിന്നെ, വന്ന് ഇവ രണ്ടമ്മമാരാ, ലക്ഷ്മിയും ഉണ്ട് പിന്നെ ഞാനും ഉണ്ട്. സേതുവിന് സന്തോഷമാവില്ലെന്ന് ചോദിക്കുകയാണ്. കഴിക്കാൻ പറഞ്ഞിട്ട് പൂർണ്ണിമ വാരി കൊടുക്കുക. സേതുവിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അമ്മയുടെ സ്നേഹമൊക്കെ അനുഭവിക്കുന്നത്. ഇത്രയും കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഉരുള ചോറ് അമ്മയുടെ കൈ കൊണ്ട് വാരി കിട്ടുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സേതുവിന്റെ കണ്ണുകൾ അറിയാതെ അങ്ങോട്ട് നിറഞ്ഞു വന്നു. പിന്നീട് പല്ലവി കോളേജിൽ പോകാനായിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോണ സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ശോഭ വന്ന് ഒരു കടയിലേക്ക് കയറുന്നു. പെട്ടെന്ന് പല്ലവി എന്ത് ചെയ്യണ്ട, ശോഭയുടെ അടുത്തേക്ക് പോകാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറെ വണ്ടികൾ വന്നോണ്ടിരിക്കുക. അപ്പൊ വണ്ടികളൊന്നും വന്ന് പോട്ടെ നിർത്തേണ്ട വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് വന്നു, ആ കടയിൽ അങ്ങോട്ട് വന്നപ്പോഴത്തേന് ശോഭ ആ കടയിലേക്ക് കയറിയപ്പോൾ ആ ചേച്ചിയോടും രാധാമണി ഇത് തയ്ച്ച തുണികളെല്ലാം ഉണ്ടെന്ന് പറയണം. അയ്യോ, ഇന്ന് ഇത് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു, അതെന്താ? അല്ല, അത് പിന്നെ ഞാനിന്ന് ശോഭ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഓ, എനിക്ക് മനസ്സിലായി, പൈസ തരാനല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. അതെ, എന്നാ കൊച്ചിനെ ഡെലിവറി നടക്കുന്നത്? അടുത്ത ദിവസമാണെന്ന് പറയാം. അതെ, അവളുടെ ഡെലിവറിക്ക് ഇടാൻ ഡ്രസ്സുകളെല്ലാം ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ പൈസ എനിക്ക് വേണ്ട, തയ്ച്ചതിന്റെ പൈസ വേണ്ടെന്ന് പറയാം. നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇതൊക്കെ ചെയ്യണേന്ന് ചോദിക്കുക. എന്നാലും ശോഭ അതൊന്നും കുഴപ്പമില്ലെന്ന് പറയണം. ഇതങ്ങോട്ട് വന്ന പല്ലവി കേട്ടു. പല്ലവി പിന്നീട് അമ്മ സംസാരിക്കുന്നത് കേട്ടോണ്ട് നിൽക്കുക. ഈ സമയം പല്ലവിനെ ശോഭ കണ്ടില്ല. ശോഭയുടെ രാധാമണി ചോദിച്ചു, അല്ല മോളുടെ കാര്യം എങ്ങനെയായി ശോഭ എന്ന് ചോദിക്കണം. അത് പിന്നെ കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? എൻ്റെ മോള് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഒരു പക്ഷേ കല്യാണത്തിന് ശേഷം അവൾ ആ ഇന്ദ്രന്റെ വീട്ടിൽ നിന്നായിരുന്നെങ്കിൽ എൻ്റെ മോളെ എനിക്ക് ജീവനോടെ കിട്ടത്ത് പോലും ഇല്ലായിരുന്നു. എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി, ഞാൻ പോലും അവളെ കുറ്റപ്പെടുത്തി. പക്ഷെ അവൾ ചെയ്താൽ ശരിയെന്ന് എനിക്കറിയായിരുന്നു. അറിയാലോ, എൻ്റെ മോള് നല്ലവളാ, അവൾക്ക് സ്വന്തം കാലം നിൽക്കാനറിയാം. അതുകൊണ്ട് അവളിപ്പം നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. എനിക്കത് മാത്രം മതി എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധാമണി, അത് ശരിയാ, മോൾക്കൊരാപത്തൊന്നും സംഭവിച്ചില്ലോ, അത് തന്നെ ഒരു ഭാഗ്യം. ഇന്നത്തെ കാലത്ത് മൂന്നിൻ്റെ അന്ന് ചിലപ്പോൾ ഭർത്താക്കന്മാർ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത് പറയാൻ പോലും പറ്റില്ല. അവിടെ പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടികളുടെ ജീവൻ പോലും പോയിട്ടുണ്ടെന്ന് പറയണം. രാധാമണി ശോഭ പറഞ്ഞു, എന്താണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഗതികേടൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ മോള് പാവാ, അതുകൊണ്ട് അവൾക്കൊരു നല്ല ജീവിതം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അവൾക്ക് നല്ലൊരു ജീവിതം ദൈവം കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് ശോഭ അങ്ങോട്ട് ഇറങ്ങി നടക്കുകയാണ്. ഈ സമയം പല്ലവി പുറകെ ചെന്നിട്ട് ശോഭനെ വിളിക്കുകയാണ് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട്. പെട്ടെന്ന് ശോഭൻ എന്നിട്ട് തിരിഞ്ഞു നോക്കും പല്ലവിനെ കണ്ട് മോളെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. മോൾക്ക് സുഖമാണോന്ന് ചോദിക്കും. അതമ്മ എനിക്ക് സുഖമാണ്, അമ്മ പറയുന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു പറയണം. അമ്മയ്ക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ശോഭ പറഞ്ഞു, മോൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കുന്നേ? മോളോട് എനിക്ക് സ്നേഹമില്ലെന്നാ? ഒരമ്മമാർക്ക് ഒരിക്കലും മക്കളായാലും സ്നേഹിക്കാതിരിക്കാൻ സാധിക്കില്ല. പെറ്റമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും തൻ്റെ മക്കളെ. എന്തൊക്കെ തെറ്റ് ചെയ്യുന്ന അറിഞ്ഞാലും അവരെ ജീവനായിരിക്കും. ഇവിടെ എൻ്റെ മോള് തെറ്റും ചെയ്തിട്ടില്ലോ, പിന്നെ എന്തിനാ ഞാൻ എൻ്റെ മോളെ വെറുക്കണേന്ന് ചോദിക്കുകയാണ്. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടമുണ്ട്. ഞാൻ അമ്മനെ ഒത്തിരി തെറ്റിദ്ധരിച്ചെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ഇതിൻ്റെ മോള് സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാനല്ലേ ഈ അമ്മ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ വേണം, നല്ല സന്തോഷമായിട്ട് ജീവിക്കണം. അറിയാലോ, ആ ഇന്ദ്രന്റെ കൈപ്പിടിയിൽ ഒരിക്കലും ഒതുങ്ങി പോയതെന്ന് പറയണം. ഇന്ദ്രനുമായിട്ടുള്ള ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടത്തണം, എന്നിട്ട് മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് പറയാം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു,
അതൊക്കെ നടക്കും അമ്മേ. അയാളോട്ട് ഡിവോഴ്സ് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. മോള് ഒരു കാര്യം ചെയ്യും, മേൽക്കോടതിയിലേക്ക് അപ്പീലിന് പോകും, ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടും. ഞാൻ അല്ലേ പറയണേ. അതിനുശേഷം മോൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും. മോള് ധൈര്യമായിട്ടിരിക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ അമ്മയുണ്ടെന്ന് പറയണം. അത് കേട്ടവൻ പള്ളി പറഞ്ഞു, ഈ ഒരു ധൈര്യം മതിയുമേ എനിക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട്. അമ്മ കൂടെ ഉണ്ടല്ലോ. അമ്മയുടെ ആ ഒരു വാക്ക് മാത്രം മതി എന്ന് പറയണം എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രചോദനമാകാനായിട്ട്. പിന്നീട് പല്ലി പിടിച്ചു, മോള് ഫുഡ് കഴിച്ചാലെന്ന് ചോദിക്കും. ഞാൻ കഴിച്ചു. അമ്മ കഴിച്ചോ? ഞാൻ കഴിച്ചു. ഞാൻ ദോശ കഴിച്ചെന്ന് പറയണം. ഞാനും ദോശ കഴിച്ചെന്ന് പറയണം. അതെ മോളെ, ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എന്ന് പറയണം. ഞാൻ വിളിക്കാമേ. എനിക്ക് നിന്റെ സൗണ്ട് കേൾക്കാൻ ചിലപ്പോൾ കൊതിയാവും. ചിലപ്പോൾ ആ സ്വരം ഒന്നും കേട്ടില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാ മോളെ എന്നോടും തോന്നലെന്ന് പറയണം. എന്താ അമ്മേ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ? ഞാൻ ആ സെക്കൻഡിൽ അമ്മയുടെ അടുത്തേക്ക് ഓടി വരത്തില്ലെന്ന് ചോദിക്കുവാണ്. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചതിന് ശേഷമാണ് അവർ തമ്മിൽ പിരിയുന്നത്. ഈ സമയം ഇന്ദ്രന്റെ വീട്ടിലേക്ക് കാട്ടൂരാൻ വക്കീൽ വരുവാണ്. വക്കീൽ അങ്ങോട്ട് കയറി വരുന്നത് ഇന്ദ്രൻ ചോദിച്ചു, ആഹാ വക്കീലോ, കയറി വരാൻ പറയണം. അങ്ങനെ വക്കീൽ വന്നിരുന്നു. ഇന്ദ്രൻ പറഞ്ഞു, കാര്യങ്ങളൊക്കെ അറിയാലോ. അവളുടെ ഡിവോഴ്സ് കേസ് കീഴ്ക്കോടതി തള്ളി. അപ്പൊ ഇനി മേൽക്കോടതിയിലേക്ക് അപ്പീലിന് പോകണമെങ്കിൽ കാട്ടൂരാൻ വക്കീലൊന്നും സഹായിക്കണമെന്ന് പറയണം. അത് പിന്നെ അതിനു വേണ്ടിയിട്ടല്ല ഞാനും കൂടെ വന്നേന്ന് ചോദിക്കണം. ഒരു കാരണവശാലും അവൾക്ക് ഡിവോഴ്സ് കിട്ടില്ല, അറിയാലോ. ഇത് കേട്ടപ്പോൾ കാട്ടൂരാൻ വക്കീൽ പറഞ്ഞു, കാര്യമൊക്കെ ഓക്കെ, പക്ഷേ കാര്യമുണ്ട്, കീഴ്ക്കോടതിയിലെ ഡിവോഴ്സ് കേസ് അത്ര സ്ട്രോങ് ആയിരുന്നു. പക്ഷെ മേൽക്കോടതി ചെന്ന് കഴിയുമ്പോഴത്തേന് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഡിവോഴ്സ് കിട്ടുമോ ഇല്ലയോ അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടോണ്ട് രാജലക്ഷ്മി അങ്ങോട്ട് വരുവാണ്. രാജലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, വക്കീലെ എന്തൊക്കെയാ പറയണേ? എൻ്റെ മകൻ്റെ ആഗ്രഹം അതങ്ങനെ സാധിച്ചു കൊടുത്തേക്കാൻ പറയാം. ഇത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു, അത് വക്കീലെ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ, എനിക്ക് എന്താണെങ്കിലും ഡിവോഴ്സ് കിട്ടരുത്. എനിക്ക് അവളെ വേണം. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അറിയാലോ. ഇതെൻ്റെ ഒരു പ്രതികാരം മേത്തള. അവളോടുള്ള സ്നേഹക്കൂടലുണ്ടെന്നല്ല. അവളെ എനിക്കൊന്ന് പഞ്ഞിക്കിടാൻ വേണ്ട. അവളെ ഒന്ന് പൊളിച്ചെടുക്കണം. 2 ദിവസമെങ്കിൽ 2 ദിവസം 2 ദിവസം അവൾ എന്നോടൊപ്പം വന്ന് താമസിക്കണം വക്കീലെ. ഈ ഇന്ദ്രൻ ആരാന്ന് അവളെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം എനിക്ക് അവളെ വേണമെന്ന് പറയാം. അല്ലാതെ അവളോടുള്ള പ്രണയം മൂത്തിട്ടൊന്നും അല്ലാന്ന് പറയണം. ഇത് കേട്ടതും വക്കീൽ പറഞ്ഞു, സംഗതിയൊക്കെ ഓക്കെ, പക്ഷെങ്കിൽ മേൽക്കോടതി ചെന്ന് കഴിയുമ്പോൾ ജാമ്യമല്ല ഡിവോഴ്സ് കേസ് അനുവദിച്ചിട്ടുണ്ടെങ്കിലോ? അതൊന്നുമില്ല. കാട്ടൂരാൻ വക്കീലിനെ കുറിച്ച് കുറെ ഞാൻ കേട്ടിട്ടുണ്ട്, കുറെ പഠിച്ചിട്ടുണ്ട്. വക്കീൽ ഇതുവരെയായിട്ട് ഏറ്റെടുത്ത കേസുകളൊന്നും ഫെയിലിയർ ആയി പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് കിട്ടല്ലോ വക്കീലെന്ന് പറയണം. അദ്ദേഹം വക്കീൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയണം. ആ സമയം ഇന്ദ്രന് രാജലക്ഷ്മിയോട് പറഞ്ഞു, അതെ അകത്തിരിക്കുന്ന ബാഗും എടുത്തോണ്ട് ഞാൻ പറയണം. അങ്ങനെ അകത്തുനിന്ന് പോയി സൂട്ട് കേസും എടുത്തോണ്ട് വരികയാണ്. പിന്നീട് അത് കാട്ടൂരാൻ വക്കീലിന് മുന്നിൽ തുറന്ന് കാണിച്ചു ഇന്ദ്രൻ. നോക്കിയപ്പോൾ കുറെ പണം, നിറച്ചും പണം. ഇത് കണ്ടില്ലേ, ഇത് വക്കീലിനുള്ള ഫീസാണ് ഞാൻ തരുന്നത്. എത്രയാന്ന് പോലും വക്കീൽ ചോദിക്കാതെ അതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് തരുക. അറിയാലോ, എനിക്ക് പല്ലവിയൊന്നും ഒരിക്കലും ഡിവോഴ്സ് കിട്ടരുത്. എൻ്റേത് മാത്രം അയക്കണം പല്ലവി, അത് മാത്രം എനിക്ക് നിബന്ധനയുള്ളതെന്ന് പറയണം. ഇത് എടുത്ത് കാട്ടൂരാൻ വക്കീൽ പറഞ്ഞു, ഇതുവരെ കാട്ടൂരാൻ വക്കീൽ ഏറ്റെടുത്ത കേസൊന്നും അങ്ങനെ തോറ്റു പോയിട്ടില്ല. അതുകൊണ്ട് ഈ കേസും തോൽക്കാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ട് ഇന്ദിര എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഇന്ദ്രൻ വക്കീൽ പോയ ഉടനെ തന്നെ ഇന്ദ്രൻ എന്ത് ചെയ്യണം, നിഖിലിനെ വിളിക്കണം. നിഖിലിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഇതെവിടെ? ഞാൻ വീട്ടിലാ. അല്ല നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുമല്ലേ, അവളുമായിട്ട് നീ ഡേറ്റിങ്ങിന് പോയെന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് നിഖിൽ പറഞ്ഞില്ല, അതെന്താടാ അങ്ങനെ? അവൾക്ക് അതിനോടൊന്നും താല്പര്യമില്ലെന്ന് പറയാം. എടാ മോനെ, കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ പോണം. നമ്മള് അണ്ണാങ്കുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എടാ അവളെ വിളിക്കടാ, അവളെ വിളിച്ചോണ്ട് നീ കൊണ്ടുപോകണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വിളിച്ചോണ്ട് നിന്റെ കൂടത്ത് നീ കൊണ്ടുപോകണം എന്ന് പറയാം. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇത് കേട്ടപ്പോൾ നിഖിലും പറഞ്ഞു, എന്നാ വെച്ചോടാ നീ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം. പിന്നീട് സെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഋതു ടെക്സ്റ്റൈൽ ഷോപ്പ് പോകാനായിട്ട് അങ്ങോട്ട് വരുന്നേ. പെട്ടെന്ന് പൂർണ്ണിമ എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞു, മോളെ നീ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറയണം. വേണ്ടമ്മേ എനിക്ക് വിശക്കണില്ല എന്ന് പറയണം. ഈ ഫുഡ് കഴിക്കാതെ പോയാൽ എങ്ങനെ ശരിയാന്നേ? അമ്മേ സമയമില്ല. ഓഹോ, സമയമില്ലെന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവനെൻ്റെ ആരോഗ്യം പോകുന്നതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലമ്മേ എന്ന് പറയണം. അപ്പോൾ ഇത് സേതു വരുന്നു പറഞ്ഞു, അതെ ടെക്സ്റ്റൈൽ ഷോപ്പ് അവിടെ ഉണ്ടാവും, പക്ഷേങ്കിൽ ആരോഗ്യം പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടതും ഋതുവിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഋതു പറഞ്ഞിട്ട് പറഞ്ഞു, അതെ ഈ പന്തൽ പണി പോലെ അല്ല ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ തികയത്തില്ലാത്തൊരവസ്ഥ അറിയാവോ, ഓടി ഓടി മനുഷ്യൻ മടുക്കുവാന്ന് പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സേതുവിന്റെ സങ്കടമൊക്കെ വന്നു. പക്ഷെ സേതു ഒന്നും മൈൻഡ് ചെയ്തില്ല. പൂർണ്ണിമ വന്നിട്ട് പറഞ്ഞു, അവളുടെ സ്വഭാവം അറിയാലോ, അതെ അവളൊരു ക്ഷമിച്ചാരം മോനെ നീ, അവൾ എത്ര കാര്യമായിട്ട് എടുക്കണ്ട, അവൾ പറഞ്ഞു വന്നു എന്ന് പറയണം. ഇത് കേട്ടത് സേതു പറഞ്ഞു, എന്ത് ഞാൻ ഒന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല, പക്ഷെ മോളോടൊന്ന് പറഞ്ഞേരെ, ഈ കല്യാണം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ കടയിൽ വന്ന് സാരിയൊക്കെ മേടിക്കണം, ഈ പന്തൽ കെട്ടിയാൽ മാത്രമേ കടയിൽ വന്ന ആൾക്കാർ സാരിയൊക്കെ മേടിക്കുള്ളൂ ഒന്ന് പറഞ്ഞേക്കാൻ പറയുവാണ്. അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് ചായയൊക്കെ ആയിട്ട് വരുന്നത്. ചായ കൊണ്ടുവന്ന് സേതുവിന് കൊടുത്തു. ചായ കൊടുത്ത് സേതുവിന് കൊടുത്തിട്ട്
സേതുവിന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ചുവിന്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. നോക്കിയപ്പോൾ നിഖില. അച്ചു കോൾ എടുത്തു. എന്താന്ന് ചോദിക്കുകയാണ്. അത് എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയാം. എന്തിന്? അല്ല, കല്യാണം ഉറപ്പിച്ചു വെച്ചില്ല, നമ്മൾ തമ്മിൽ ശരിക്കും ഒന്ന് കണ്ടില്ല, അതിന് വേണ്ടിട്ടാന്ന് പറയാണ്. ഇത് കേട്ടോ അച്ചു പറഞ്ഞു, ഇല്ല ഞാനില്ല എന്ന് പറയാണ്. അതങ്ങനെ പറഞ്ഞ്, അല്ല ഞാൻ വരുന്നില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ലെന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണമെന്നും പറഞ്ഞിട്ട് നിഖില് കോള് കട്ട് ചെയ്യണം. അച്ചുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥ അച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് സേതു ചോദിച്ചു, ആരാ വിളിച്ചേ? നിഖിലാണോ എന്ന് ചോദിക്കും. അതെ. എന്താ കാണണമെന്ന് പറഞ്ഞു കാണോ അല്ലേന്ന് ചോദിക്കണം. അതെ. എന്നാ പിന്നെ എന്താ പോണെന്ന് പറയാ. ഇത് കേട്ടോ പൂർണ്ണ പറഞ്ഞു, വേണ്ട, ഇതിനോടൊന്നും എനിക്ക് യാതൊരു താല്പര്യം ഇല്ലെന്ന് പറയണം. പെട്ടെന്ന് തന്നെ സേതു പറയാം, എന്താ പൂർണിമ അങ്ങനെ? ഇന്നത്തെ കാലത്തെ കുട്ടികളെല്ലാം ഇങ്ങനെയാ, അവരിങ്ങനെയാ, കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പോകും, അതിനിപ്പോൾ എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കാം. എന്നാലും സേതു, എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. കാരണം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പല കല്യാണങ്ങളും വേണ്ടെന്ന് വെച്ച ചരിത്രമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു, അതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, അതിന് പൂർണ്ണാമ എന്തിനാ സങ്കടപ്പെടുന്നേ? അതിന് ഇവള് തന്നെയല്ലേ പോകുന്നത്, ഇവളോടൊപ്പം ഞാനും ഉണ്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടും പൂർണ്ണാമ ഞാണോ? അങ്ങനെയാണ്, കുഴപ്പമില്ല, സേതുവും കൂടെ ഉണ്ട്, പ്രശ്നമില്ല. അന്നാ പിന്നെ എവിടെ വേണം അച്ചു പോയിക്കോട്ടെ. ഇത് കേട്ടോ അച്ഛന് സന്തോഷമായി. വലിയേട്ടനുണ്ട്, പിന്നെ ഞാനും ഓക്കെയാന്ന് പറയണം. അച്ഛനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.